അനിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിതി. ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുകയാ മസലുൽ ലദീ യുദ്കറുല്ലാഹു ഫീഹി, അല്ലാഹുവിനെ സ്മരിക്കുന്ന ഭവനങ്ങളുണ്ടല്ലോ, വീടുകളുണ്ടല്ലോ. എങ്ങനെയാ പ്രിയമുള്ളവരെ അല്ലാഹുവിനെ സ്മരിക്കുന്ന വീടുകൾ എന്നറിയുമോ? ഇബാദത്തുകൾ കൊണ്ട്, ഖുർആൻ പാരായണം കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, അദ്കാറുകൾ കൊണ്ട് അല്ലാഹുവിനെ സ്മരിക്കുന്ന വീടുകളുടെ ഉപമ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ മസലുൽ ഹയ്യ്, അത് ജീവനുള്ള നല്ല ഐശ്വര്യമുള്ള വീടാണ്, അത് നല്ല ഭവനമാണ്, നല്ല ഐശ്വര്യമുള്ള ഭവനമാണെന്ന് ആദരവാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതായത് അല്ലാഹുവിന് വേണ്ടി അല്ലാഹുവിന്റെ സ്മരണയിൽ കഴിഞ്ഞുകൂടുന്ന ഭവനങ്ങളെ ഇബാദത്തുകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ടൊക്കെ അലങ്കാരപ്പെടുത്തുന്ന വീടുകളെ അല്ലാഹുവിന്റെ റസൂൽ ഉപമിച്ചത് മസലുൽ ഹയ്യ്, അതായത് ജീവനുള്ള നല്ല ഐശ്വര്യമുള്ള ഭവനമെന്നാണ്. അതുകൊണ്ട് സ്ത്രീകളൊക്കെ ഇബാദത്തുകൾ ഭവനങ്ങളിൽ ധാരാളമായി ചെയ്യുക, ഖുർആൻ പാരായണം കൊണ്ട്, അതുപോലെ തന്നെ സുന്നത്തായ കർമ്മങ്ങൾ കൊണ്ടും, അതുപോലെ തന്നെ ദിക്റുകൾ കൊണ്ട്, തഹ്ലീൽ കൊണ്ട്, സലാത്തുകൾ കൊണ്ട്, ഖുർആൻ പാരായണങ്ങൾ കൊണ്ടൊക്കെ നിങ്ങളുടെ ഭവനങ്ങളെ നിങ്ങൾ അലങ്കാരപ്പെടുത്തുക. ഇവിടെ പുരുഷന്മാര് മനസ്സിലാക്കണം, നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഫർള് നമസ്കാരത്തിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങള് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ നമസ്കരിച്ചിട്ട് മസ്ജിദുകളിലേക്ക്, പള്ളികളിലേക്ക് കടന്നു വരിക. ഇതൊക്കെ കൂലിയുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഭവനങ്ങളെ നമ്മൾ ഐശ്വര്യമുള്ളതാക്കി തീർക്കുക. സ്ത്രീകൾ ജോലി ചെയ്യുമ്പോഴും തൂത്തുവാരുന്ന സമയത്തുമൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്തുകൾ ചൊല്ലി നിങ്ങൾ ജോലികൾ ചെയ്യുക. 2 കൂലി ലഭിക്കും. ഒന്ന്, നിന്റെ ഭവനം നീ വൃത്തിയാക്കിയതിന്റെ കൂലിയും, അതുപോലെ തന്നെ എന്താണ് നീ സ്വലാത്തുകൾ ധാരാളമായി ചൊല്ലിയതിന്റെ പേരിലുള്ള ആ ഒരു കൂലിയും അള്ളാഹു നിനക്ക് നൽകുന്നതാണ്. നാളെ ആഖിറത്തിലും ദുനിയാവിലും അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഇനി അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് രണ്ടാമത്തെ ഭവനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. എന്താണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ? മനസ്സിലാക്കണം. വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീ മസലിൽ മയ്യിതി, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, അള്ളാഹുവിനോടുള്ള പ്രകീർത്തനങ്ങളില്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പോലും സൂറത്തുൽ വാഖിയ പോലും പാരായണം ചെയ്യാതെ സീരിയലുകളുടെയും ഫോൺ വീഡിയോകളിലുമായി കഴിഞ്ഞുകൂടുന്ന പെൺമക്കളെ, സഹോദരിമാരെ, അതുപോലെ തന്നെ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ മനസ്സിലാക്കണം. വിശുദ്ധമായ ഖുർആൻ ഓതാത്ത ഭവനങ്ങളുണ്ടല്ലോ, ദിക്റുകളും തഹ്ലീലുകളും ഇല്ലാത്ത ഭവനങ്ങളുണ്ടല്ലോ. ആ ഭവനങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ ഉപമിച്ചത് എന്താണെന്നറിയുമോ? മസലുൽ മയ്യിതി, അത് ജീവനില്ലാത്ത വീടുകളാണ്, അത് ജീവനില്ലാത്ത ശവങ്ങളുള്ള വീടുകളാണ്, അത് ശവപ്പറമ്പുകളാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂല് മയ്യത്തി, അതെന്താണ്? വൽ മയ്യത്തി, അത് ശവത്തോടാണ് അള്ളാന്റെ റസൂല് ഉപമിച്ചത്. അതുകൊണ്ട് മനസ്സിലാക്കുക, അവിടെ താമസിക്കുമ്പോൾ കുടുംബങ്ങൾ തകർന്നടിയും, മക്കൾ വഴിപിഴച്ചു പോകും. മക്കൾ എന്താണ് മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കും, അനുസരണക്കേട് കാണിക്കും, പല രീതിയിലും വഴിപിഴച്ചു പോകാനുള്ള കാരണങ്ങളുടെ ഉപഭോക്താക്കളായി മാറും. ഇങ്ങനെയൊക്കെ എന്താണ് പ്രശ്നങ്ങൾ സംഭവിക്കും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ ഖുർആൻ ഓതൽ കൊണ്ടും അനുഗ്രഹീതപൂരിതമാക്കുക. ഖുർആൻ ഓതിയൊക്കെ നിങ്ങൾ അനുഗ്രഹീതപൂരിതമാക്കുക നിങ്ങളുടെ ഭവനങ്ങളെ.